അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എൻ്റെ 10 ദിവസത്തെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ കൊച്ചു ഒരു ജേർണി വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇതെന്റെ ഫസ്റ്റ് ഡേ ആണ്. 10 മേക്ക് ഓവേഴ്സിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ടും സ്കിൻ ടോണിനെ കുറിച്ചിട്ടും ഐ പ്രെപ്പിനെ കുറിച്ചിട്ടും ഫേസ് പ്രെപ്പിങ്ങിനെ കുറിച്ചിട്ടും ഐ മേക്കപ്പിനെ കുറിച്ചിട്ടും ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരുന്നു നമുക്കുള്ളത്. സെക്കൻഡ് ഡേ അതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. തേർഡ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡലിനെ വിളിച്ചിട്ട് നമ്മൾ അതൊക്കെ ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാം അത് നമ്മളെ കറക്റ്റ് ചെയ്തിട്ട് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും മാം ശ്രദ്ധിച്ചിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. കാരണം എവിടെ നമുക്ക് ഫൗണ്ടേഷൻ, നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അതിന്റെ ഒരു ബേസിക് നോളജ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തന്നെ വിചാരിച്ചു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കോഴ്സിന് പോയാൽ പറ്റൂ. കാരണം അത്രയ്ക്കും നമുക്ക് പഠിക്കാൻ ഇതിന് ഡെപ്ത് കൂടുതലാണ്. കാരണം ഓരോ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ട് നമുക്ക് എങ്ങനത്തെ ഫൗണ്ടേഷൻ ചെയ്യണം, ഏത് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മിക്സിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ ഗ്ലോവി ഡ്യൂവി മേക്കപ്പും സട്ടിൽ ടൈപ്പ് മേക്കപ്പും ഒരു ക്രിസ്റ്റൽ ടൈപ്പ് മേക്കപ്പും അതുപോലെ എൻഗേജ്മെന്റ് ലുക്ക് എങ്ങനെ നമുക്ക് ഒരുങ്ങണമെന്നും അങ്ങനെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഹെയർ ടൂൾസും അത്ര ടെക്നിക്കും കാര്യങ്ങളും അതെങ്ങനെ ഉപയോഗിക്കണം എന്നും എത്ര ഹീറ്റ് ഇതിലിടണം എന്നും ഓരോ ഹെയറിനനുസരിച്ചുള്ള സെറം പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെ മാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്കൊരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമ്മുടെ മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡലിനെ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാം അത് പറഞ്ഞിരുന്ന രൂപത്തിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫോർത്ത് ഡേ ആൻഡ് ഫിഫ്ത്ത് ഡേ നമുക്ക് ഫുള്ളി ഹെയർ സ്റ്റൈൽ ആയിരുന്നു. ഓരോ വേരിയസ് കൈൻഡ്സ് ഓഫ് ഹെയർ സ്റ്റൈൽ ആയിരുന്നു. മാം നമുക്ക് ഓരോ ഹെയർ സ്റ്റൈൽ കാണിച്ചു തരും. നമ്മൾ അത് എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഹെയർ ഡമ്മിനെ നമ്മൾ കാണിച്ചു കൊടുക്കാം. മാമിന് എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാം നമുക്ക് അത് കറക്റ്റ് ചെയ്ത് തരും. നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലാസ് കൺവീനിയന്റ് ആയിരുന്നു കേൾക്കാനും കാര്യങ്ങളൊക്കെ. നല്ലൊരു ക്ലാസ്സും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേക്ക് ഓവേഴ്സിന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമ്മൾ ഓരോ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും. നമ്മൾ 6 പേരായിരുന്നു കോഴ്സിനുള്ളത്. 6 അതിൽ 8 പേരുമാണ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 6 പേര് നല്ലൊരു അടിപൊളിയായിട്ട് എനിക്കൊരു സ്ട്രേഞ്ചേഴ്സ് ബിക്കം ഫ്രണ്ട്സ് എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. കാരണം നമുക്ക് 6 പേരും കാര്യങ്ങളൊന്നും അറിയാണ്ട് നമ്മൾ ഒന്നിന് തുടങ്ങി ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ വല്ലാത്തൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ 6 പേരും നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ആക്റ്റീവായിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പഠിക്കുന്ന എല്ലാവർക്കും നല്ല വർക്കും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. കാരണം അത്രയും ചില ആളുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇങ്ങനത്തെ സാഹചര്യമാണ് എന്റെ വീട്ടിൽ. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് എനിക്ക് എന്തെങ്കിലും വേണം എന്നൊക്കെ കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ പാഷൻ കൊണ്ടാണ്, ചില ആളുകൾ ഹസ്ബൻഡിന്റെ ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ പല ആളുകളും പല സാഹചര്യം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധിച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എന്റെ മുഖത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു സിക്സ്ത് ഡേ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ ലുക്കാണ്. ഒരു സട്ടിൽ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതാ ഇവിടെ ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു മേക്കപ്പ് ചെയ്ത്, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഓരോ മേക്കപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. മാം അതിനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഞാൻ ഇവിടെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും മേക്കപ്പിനെ കുറിച്ച് പറയുന്നില്ല. അത് ആൻഡ് 7th ഡേ 8th ഡേ നമുക്കൊരു പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളായിരുന്നു മോഡലിനെയൊക്കെ വിളിച്ചിട്ട്. 8th ഡേ നമുക്കൊരു ഹിന്ദു ബ്രൈഡൽ മേക്ക് ഓവർ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അതും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം ഓർണമെന്റ് സെറ്റിങ്ങും സാരി ഡ്രൈപ്പിങ്ങും ഒക്കെ ഈ ഒരു ക്ലാസ്സിലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നിട്ടുള്ള. നല്ല രീതിയിൽ അതും ചെയ്യാൻ പറ്റി. ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മൈൽ ആയിരുന്നു ഈ കുട്ടിക്ക്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് 9th ഡേ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെഡി ആക്കേണ്ട, മോഡലിങ്ങിനും ഒക്കെ റെഡി ആക്കേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ 9th ഡേ നമുക്ക് ഒരു HD ലുക്കും കൂടെ ഉണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞ പോലെ ഒരു HD ലുക്കായിരുന്നു. അതും കഴിഞ്ഞ് നമ്മള് 10th ഡേക്കായിരുന്നു വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അതെല്ലാവർക്കും പറയുമ്പോൾ തന്നെ സങ്കടമുള്ള ഒരു സമയം കൂടിയാണ്. നമുക്ക് സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ചതിന് എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ഒരു ബ്രൈഡൽ മേക്കപ്പിന് ഒരു സർട്ടിഫിക്കറ്റ് ആവുമല്ലോ എന്നുള്ളൊരു സന്തോഷം. മറുവശത്ത് നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത ഒരു ബോണ്ട് ഇല്ലാണ്ടാവുള്ളൂ. കാരണം ഇന്ന് രാവിലെ വന്ന് നമ്മള് സംസാരിച്ച ഒരു ക്ലാസ്മേറ്റ്സ് നല്ല രസമുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ദാ എന്റെ മോഡല് ഇത്തിരി വരാൻ ലേറ്റ് ആയി ലാസ്റ്റ് ഡേ. അപ്പൊ ഞാൻ കുറച്ചൊരു worried ആയിരുന്നു. കാരണം മറ്റവരൊക്കെ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടും എന്റെ മേക്കപ്പ് മോഡല് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ കുറച്ച് ടെൻഷൻ ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റി. ഇതാ ഞാൻ പറഞ്ഞില്ലേ എന്റെ മുഖത്തെ ഒരു സന്തോഷം. ഇവളിലൂടെയാണ് എന്റെ സന്തോഷം ഞാൻ കണ്ടെത്തി. കാരണം ഇവൾക്കുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തോന്നൂലേ നല്ല ഭംഗി ഉണ്ടാവാം. ഭംഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കമ്മിയാവില്ല. പക്ഷെ അവൾ എന്നോട് കുറേ വട്ടം ഈ മോഡൽ എന്നോട് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് താത്ത, നല്ല ഭംഗിയുണ്ട് ഇത്ത എന്ന് കുറേ വട്ടം എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഹെയർ സ്റ്റൈലിംഗ് ആയാലും ഡ്രസ്സിങ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവളെ ഓരോ ചിരിയും പോലെ എനിക്ക് അത്രക്ക് ഒരു പ്രഷ്യസ് ആയിരുന്നു. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. കാരണം എല്ലാ മേക്കപ്പ് ചെയ്തതിന് കഴിഞ്ഞ ശേഷം ഞാനാണ് ഇവളെ ഒരുക്കിയത് എന്നുള്ള ഒരു സന്തോഷം. ആഹ് അറിയൂല എന്താ ഇപ്പൊ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയൂല. കാരണം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അന്ന്. കുറെ ആൾക്കാര് തന്റെ സ്റ്റോറീസും കാര്യങ്ങളും ഫീഡ്ബാക്കും ഒക്കെ പറയുന്നതിൽ കരയിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഒരുക്കിയ മോഡൽസ് ആണ്. എല്ലാരും നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ. എല്ലാരും ഓരോ ആഗ്രഹത്തിന് പുറമെ എത്തിച്ചേർന്നവരാണ് ഇവിടെ. ബാംഗ്ലൂരിന്നും വയനാട്ടിൽ നിന്നും ഒക്കെ വന്ന കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ. മാമും അതേപോലെ തന്നെയാണ്. അടിപൊളിയാണ് മാം. 10 ദിവസം കൊണ്ട് ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്തായാലും പറ്റും. അത് മാം തെളിയിച്ചു. കാരണം അത്രയ്ക്ക് നല്ല ഷെഡ്യൂൾ ചെയ്തിട്ടാണ് മാം ഓരോ ക്ലാസ്സും നമുക്ക് ചെയ്യുന്നത്. ഒക്കെ നല്ലൊരു ആ ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയ ഓരോ മോഡൽസിൽ നിന്ന് നിങ്ങൾ കാണുന്നത്. അത്ര നന്നായിട്ടാണ് മാം ഓരോ ക്ലാസ്സും നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിച്ചാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്റെ കൊച്ചു ജേർണി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇൻഷാ അല്ലാ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ബൈ. ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ കഴിയുമോ, ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയും. ഒരുപാട് മാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാം ചീത്ത പറയുമ്പോൾ എനിക്ക് ഏറെ മനസ്സിലാവുക ചെയ്യണത്. മാമിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ എന്താ കുറച്ച് പൗഡർ ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ഒരു ദിവസം ഇൻഷാ അല്ലാ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത്രയും ചെയ്യാൻ പറ്റി. അത് മാം കാരണമാണ്. മാമിനോട് ഒരുപാട് നന്ദി.